എന്തൊക്കെയാണ് ഈ കൊച്ചമേരിക്കയിൽ നടക്കുന്നതില്ലേ? ട്രംപിനെ തട്ടാൻ വേണ്ടിയിട്ട് മൊസാദ് വമ്പൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരുത്തൻ അങ്ങോട്ട് ഒരു തോക്കും കൊണ്ട് ചുമ്മാ അങ്ങോട്ട് കടത്തി വിടുന്നു. ട്രംപിനെ വെടിവെക്കാൻ വരുന്നു. അവനവർ പിടിച്ചു കെട്ടുന്നു. കൂടെയുള്ള ഒരാൾക്ക് വെടി കൊള്ളുന്നു. ഇത് കണ്ട് ചിരിച്ചു നിൽക്കുന്ന ട്രംപിൻ്റെ കൂട്ടക്കാർ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തുന്നു. ട്രംപിനെ പൊക്കി പറയുന്നു. മൊസാദിൻ്റെ ഏജന്റാണ് ഈ കൊല്ലാൻ വന്നവനുള്ള വാർത്തകൾ വരുന്നു. അല്ലെങ്കിൽ മൊസാദിൻ്റെ ടീഷർട്ട് ഇരിക്കുന്ന അവൻ്റെ ഫോട്ടോസ് പുറത്തോട്ട് വരുന്നു. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഇവൻ എന്നുള്ള മറ്റു ചില വാർത്തകൾ വരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മൊസാദ് ഇങ്ങനെ ഒരുത്തനെ വെറുതെ ഒരു തോക്കും പിടിച്ചിട്ട് ട്രംപിൻ്റെ ഇത്രയും സുരക്ഷാ വലയുള്ള ഒരു സ്ഥലത്തോട്ട് വെറുതെ കയറ്റി വിട്ട് വെടിവെക്കാൻ വിടും തോന്നുന്നുണ്ടോ? പക്ഷേ എന്തിനാണ് ഇയാൾ ഈ മൊസാദിൻ്റെ ടീഷർട്ട് ഇട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ വെച്ച് അല്ലെങ്കിൽ ആ പ്രൊഫൈലിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് ആ പ്രൊഫൈൽ റിമൂവ് ആക്കി വിടുന്നു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഈ ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസിലൊക്കെ വരുന്നതിലും കൂടുതൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ തുടക്കത്തിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്തിട്ട് കാണാൻ ട്രൈ ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി കാര്യത്തിലോട്ട് വരാം. 2026 ഏപ്രിൽ 26, അതായത് ഇന്നലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ പിടിക്കപ്പെട്ട പ്രതി ഉണ്ടല്ലോ കോൾ തോമസ് അലൻ, ഈ കോൾ തോമസ് അലനെ കുറിച്ച് വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസിലെ ചില ആളുകൾ ഈ ആക്രമണത്തിനെ കുറിച്ചും കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ പ്രകടന പത്രിക, ഈ മാനിഫെസ്റ്റോ തീവ്രവാദികളുടെ നിലപാടുകൾ, അതായത് ഈ കോൾ തോമസ് അലൻ തയ്യാറാക്കിയ ഒരു ഡിജിറ്റൽ പത്രിക ഉണ്ട്, പ്രകടന പത്രിക. അത് മാനിഫെസ്റ്റോ ഇങ്ങനെ പുള്ളി ഒരു പ്രകടന പത്രിക പുറത്തു വിട്ടിട്ടുണ്ട്. അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞത് സ്വയം അതിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രണ്ട്ലി ഫെഡറൽ അസാസിൻ. അതായത് എന്താണ് അയാൾ ഉദ്ദേശിച്ചത് അതിൽ കറക്റ്റായിട്ട് ആർക്കും അതിൻ്റെ ഒരു വ്യക്തത ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷേ പുള്ളി അവൻ എഴുതി വെച്ച മാനിഫെസ്റ്റോയിലുള്ളത് ഫ്രണ്ട്ലി ആയിട്ട് ഫെഡറൽ അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടാക്കുക, കൊന്നു തീർക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ വരുന്ന ഒരു കഥ. അതായത് ഫ്രണ്ട്ലി ആയിട്ട് ഫെഡറൽ സിസ്റ്റത്തിനെ ഇല്ലാണ്ടാക്കാൻ ഉള്ള ഒരു മാനിഫെസ്റ്റോ ആണ് അവൻ മനസ്സിൽ കരുതിയിട്ടുള്ള അവൻ്റെ പ്രകടന പത്രിക എന്നുള്ള ഒരു ഡിജിറ്റൽ പത്രിക പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ലക്ഷ്യമിട്ടിട്ടുള്ള ആളുകൾ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടിട്ട് പ്രസിഡന്റ് ട്രംപ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പിന്നെ പീറ്റ് ഹെഗറ്റ്സ് പോലത്തെ ആളുകളൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉള്ളതായിട്ട് കരുതപ്പെടുന്നത്. പുറത്തോട്ട് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏപ്രിൽ 25 രാത്രി 8:36 ഈ വെടിവെപ്പ് തുടങ്ങിയിട്ടുള്ളത്. മിനിറ്റുകൾക്കകം തന്നെ ഈ അലൻ എന്ന ഈ സന്ദേശം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു 8:30 ഈ ഒരു സംഭവം തുടങ്ങുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ ചെയ്യാൻ പോകുകയാണ് എന്ന് ഈ അലൻ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ വാഷിങ്ടണിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ മോശമാണ്, താൻ മുൻകൂട്ടി നിരീക്ഷിച്ചതായിട്ടും കൂടെ അയാൾ ആ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഹിൽട്ടൺ ഹോട്ടലിൽ ഈ ഒരു പരിപാടിക്ക് ഉള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് അത് തനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വെടിവെച്ച് വരാം എന്നുള്ള രീതിയിലുള്ള ചില കുറിപ്പുകളൊക്കെ പുള്ളി പുറത്തോട്ട് വിട്ടുന്നുണ്ട്. അപ്പം ഇനി ആക്രമണത്തിൻ്റെ ആസൂത്രണത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു മുൻകൂട്ടി നിശ്ചയിച്ച നീക്കമാണ് എന്നാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. കാരണം കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നും ലോസ് ഏഞ്ചൽസ്, ചിക്കാഗോ വഴി ട്രെയിൻ മാർഗമാണ് അലൻ വാഷിങ്ടണിലെ ഈ ഒരു ഹോട്ടലിലോട്ട് എത്തുന്നത്. വാഷിങ്ടൺ ഹിൽട്ടണിൽ ഒരു അതിഥിയായിട്ട് അയാൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തെ കടുത്ത സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കാനും ബോൾ റൂമിന് തൊട്ടടുത്തുള്ള ലോബിയിൽ നിന്നും ആക്രമണം തുടങ്ങാനുമാണ് അയാൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നേരത്തെ മുൻകൂട്ടി വന്ന് റൂം എടുത്ത് അവിടെ താമസിച്ചിട്ടുണ്ട്. എന്താ ഇനി പെട്ടെന്ന് കയറി വരുമ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി റൂം എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഈ ബോൾ റൂമിന് തൊട്ടടുത്ത്, അതായത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഈ ബുള്ളറ്റ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആക്രമണം തുടങ്ങാനായിരുന്നു പുള്ളിയുടെ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് ഒരു 12 ഗേജ് ഷോട്ട് ഗണ്ണും അതുപോലെ തന്നെ .38 കാലിബർ സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് കത്തികളും ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതായിട്ടാണ് ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പുള്ളി ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് ഇപ്പം അമേരിക്കയുടെ അല്ലെങ്കിൽ വാഷിങ്ടണിന് അവർ പുറത്തുവിടുന്ന ഇത്. ഇനി രാഷ്ട്രീയവും അന്താരാഷ്ട്ര പശ്ചാത്തലവുമാണ് ഇതിൻ്റെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് ഇതൊരു മൊസാദ് ഏജൻറ്റാണ്, ഇവൻ മൊസാദ് പറഞ്ഞു വിട്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്, അതല്ലെങ്കിൽ ട്രംപും
മൊസാദും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ചുണ്ടലി നെതന്യാഹും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കുറേ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് എപ്സ്റ്റീൻ ഫയൽസ് പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ പ്രോഗ്രാമിലെ ചില എന്താ പറയുക അജണ്ടകൾ മാറ്റാനും, അതുപോലെ ഇറാൻ യുദ്ധത്തിൽ തോറ്റിരിക്കുന്ന അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ, ഇനി ഒരു തിരിച്ചൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് വരുന്ന നാശനഷ്ടങ്ങളെ പറ്റി നല്ലോണം അറിയുന്നത് കൊണ്ട് അത്തരം വാർത്തകളിൽ നിന്നും ലോകത്തിനെ തന്നെ തിരിച്ചുവിടാൻ വേണ്ടി വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പലരും പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ഇസ്രായേൽ ബന്ധം, അതായത് മൊസാദ് ബന്ധം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. ഇതിൽ പറയുന്നത്, അതായത് ഈ പറഞ്ഞ ആൾ, ഈ പറഞ്ഞ അലൻ ഒരു മൊസാദ് ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അയാളുടെ ID റിമൂവ് ആയി പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ചില ഫോട്ടോസ് അപ്പം തന്നെ ആളുകൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. IDF വസ്ത്രം ധരിച്ചിരുന്നു എന്നും, അതുപോലെ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടിരുന്നു ഇയാൾ എന്ന കാര്യത്തിൽ ഇതുവരെ FBI അതുപോലെ തന്നെ IDFൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലി മറ്റ് ഔദ്യോഗികമായിട്ടുള്ളൊരു കൺഫർമേഷൻ ഇതുവരെ പുറത്തോട്ട് ആരും വന്നിട്ടുമില്ല. അതിനുള്ള തെളിവ് കണ്ടെത്തിയതായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇത്തരത്തിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഔട്ടാവുന്നുണ്ട് എന്നുള്ളത് മാത്രം. 2024 ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രീയ സമിതിക്ക്, PAC എന്ന് പറഞ്ഞിട്ടുള്ള ഡെമോക്രാറ്റിൻ്റെ രാഷ്ട്രീയ സമിതിക്ക് ഇയാൾ $25 സംഭാവന നൽകിയതായിട്ടുള്ള ചില രേഖകൾ മാത്രം ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അലൻ ഒരു സംഘടനയുടെയോ സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഈ ഒരു കൃത്യം ചെയ്തുവെന്നാണ് ട്രംപിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ വിശ്വസിക്കുന്നത്. അതായത് ഇതിൽ മൊസാദിൻ്റെതോ അല്ലെങ്കിൽ ഇറാൻ്റെ ഏജന്റുമാരോ അങ്ങനെ ഏജന്റുമാരും ചെയ്തിട്ടില്ല. പുള്ളിയുടേതായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭ്രാന്തിന് ചെയ്തതാണ് എന്നാണ് അമേരിക്ക ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതല്ല അതിൽ വലിയ മറ്റ് സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് വിടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു കാര്യമുണ്ട്, പുറത്തോട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പം എത്രത്തോളമാണ് അമേരിക്ക വീക്കായി നിൽക്കുന്നത് എന്നുള്ളത് പുറം ലോകം അറിയും. യഥാർത്ഥത്തിൽ ഇതേപോലത്തെ വല്ല സംഘടനകളും ട്രംപിനെ തീർക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒന്നും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കൺഫർമേഷനായിട്ടും ഒന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. ഇനി ഇയാൾക്കെതിരെ ഇപ്പോൾ 27 തിങ്കളാഴ്ച ഫെഡറൽ കോടതിയിൽ ഇയാൾ ഹാജരാക്കും. ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്ക് നേരെ ചുമത്താൻ പോകുന്നത്. ഇനി അത് മാത്രമല്ല, കാലിഫോർണിയയിലെ അയാളുടെ അപ്പാർട്ട്മെൻറ്റ്, വാഷിങ്ടണിലെ അയാളുടെ റൂം, ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പോലീസ് ഓൾറെഡി പരിശോധനയ്ക്കെടുത്ത് അത് പരിശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇയാളുടെ മറ്റ് ബന്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല, ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ കാഷ് പട്ടേൽ ട്രംപിനെ പൊക്കാനും ട്രംപ് കാഷ് പട്ടേലിനെ പൊക്കാനും, അതല്ലെങ്കിൽ പരസ്പരം സ്വയം പൊക്കിക്കളഞ്ഞ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇറാൻ യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ച വാർത്തത്തിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകില്ല, അങ്ങനെ എന്തൊക്കെയോ വിളിച്ച് കുറേ പറഞ്ഞിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഈ ഒരു കാര്യത്തിൽ മറ്റൊരു ചില കാര്യങ്ങൾ കൂടെ ഇതിന് പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പം ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഈ ആളെ നമുക്കറിയാലോ, അമേരിക്കയുടെ വാർ ഡയറക്ടറാണ്. ഈ എക്സത്ത് ഫുള്ള് ഓഫായിരുന്നല്ലേ, കള്ളു പിടിച്ചൊരു ബോധമില്ലാണ്ടായിരുന്നു അവിടെ നിന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത്രയും വലിയൊരു കാര്യം അവിടെ നടക്കുമ്പോഴും അവിടെ നിന്ന് നടന്നു വന്നിട്ട് വളരെ കുമ്മൂളായിട്ട് ചിരിച്ച് കളിച്ചുകൊണ്ടാണ് ഇയാൾ പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് റിപ്പോർട്ടുകളുണ്ട്. അത് കണ്ടപ്പോൾ തന്നെയാണ് പലരും ഇതിൽ പല ദുരൂഹതയുണ്ട്, ഇവന്മാർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള തോന്നലുകൾ വരാനുള്ള ഏറ്റവും കാരണം. ഈ പീറ്റ് ഹെക്സത്തിൻ്റെ പെരുമാറ്റം, വെടിവെപ്പിന് ശേഷം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിൻ്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം അമിതമായിട്ട് ഉത്തേജിതനായി കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും വളരെ കാഷ്വലായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് പല ആളുകൾ അവിടെ കണ്ടു നിൽക്കുന്ന പല ആളുകളും പല മാധ്യമ പ്രവർത്തകരും പുറത്തോട്ട് വരുന്നത്. ഇയാളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വളരെ അപ്രതീക്ഷിതമായിട്ട്, എന്താണ് ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ലല്ലോ, ഇത് കറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിലല്ലേ എന്നുള്ളതാണ് അമേരിക്കയിലെ പത്രങ്ങളും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, കൂടിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമുക്കറിയാം ഈ എപ്സ്റ്റീൻ ഫയൽസിലെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വിട്ട അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളിൽ പുറത്തോട്ട് വിട്ട ഒരുപാട് മാധ്യമ പ്രവർത്തകരും ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പം എപ്സ്റ്റീൻ ഫയൽസുകളെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾക്ക് അവാർഡ് നൽകുന്ന ഒരു ചടങ്ങ് കൂടെ ആയിരുന്നു ഇത്. അപ്പോൾ അവിടെ, അതായത് ഇത്തരം ഫയലുകൾ പുറത്തു വിട്ടതിൻ്റെയും അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള പല ആൾക്കാർക്കും അവാർഡ് ഒരു സെറിമണിയും കൂടെ തന്നെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ ആണ് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഈ ഒരു വെടിവെപ്പ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ആസൂത്രിതമാണ് എന്നുള്ള ആളുകളുടെ വളരെ എന്താ പറയുക, നമുക്ക് സംശയം തോന്നിക്കാവുന്ന ഒരു കാര്യം തന്നെ. എന്നാൽ എപ്സ്റ്റീൻ ഫയൽസിൽ ട്രംപിൻ്റെ പേര് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പല പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റുമാരും പല ആളുകളും ഇൻവോൾവ് ആയിട്ടുണ്ട്. പല പണക്കാരും എലൻ മസ്ക് അടക്കമുള്ള പലരും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, പലതും വായിച്ചു പോയതാണെങ്കിലും. അപ്പം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തോട്ട് വന്നതിൻ്റെ ഒരു അവാർഡ് സെറിമണി, അവാർഡ് ദാനം അവിടെ നടക്കാനുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ചെയ്തതാണ് എന്ന് പലരും ഇത് പറയുന്നുണ്ട്. ഇന്ന് രാത്രി ചില വെടിയുണ്ടകൾ പായുന്നത് കാണാം എന്ന് അവിടുത്തെ ഒരു ചടങ്ങിൽ, ആ ചടങ്ങിൻ്റെ മുമ്പായിട്ട്, ഈ ഒരു സംഭവമൊക്കെ വരുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കറിയാം കരോളിൻ ലെവിറ്റ്, അതായത് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് സെക്രട്ടറിയാണ്, ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എപ്പോഴും വന്ന് സംസാരിക്കൽ ലെവിറ്റാണ്. ലെവിറ്റ് കഴിഞ്ഞ കുറച്ച് ആ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇന്ന് രാത്രി ചില വെടിയുണ്ടകൾ
പറക്കുന്നതിൽ പാഞ്ഞു പോകുന്നത് നമ്മൾ കാണും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് വേറെ ചില ഇതിനോട് ഉപമിച്ചിട്ടുള്ള സംസാരമായിരുന്നു അത്. ഇന്ന് രാത്രി പല കാര്യങ്ങളുണ്ട്, അതാണ് ഇതാണ്, നമ്മൾ ഇത്ര അവാർഡ്, അത് കുറേ പൊക്കൽ ട്രംപിനെ പൊക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒരു അറിയാണ്ട് വായിന്ന് വീണതാണോ, ഇനി അടിച്ച് ഓഫ് ആയതിൻ്റെ അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് വായിന്ന് വന്നതാണോ, ആസൂത്രിതമായി ചെയ്തൊരു പ്രോഗ്രാമിൻ്റെ പ്ലാൻ അറിയാണ്ട് പറഞ്ഞതാണോ എന്ന് ചില ആളുകൾ സംശയിക്കുന്നുണ്ട്. കാരണം ആ വീഡിയോ ക്ലിപ്പ് വളരെ വ്യക്തമായിരുന്നു അത് പറയുന്നതൊക്കെ. Is he not? He is ready to rumble. I will tell you, this speech tonight will be classic Donald J. Trump. It'll be funny. It'll be entertaining. There will be some shots fired tonight in the room. So everyone should tune in. It's going to be really great. I'm looking forward to hearing. അപ്പോൾ പിന്നെ അതിനുശേഷം ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം പുള്ളിക്കാരിനെ വന്ന് പറയേണ്ടത് വേറൊരു തമാശയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ചില ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കാഷ് പട്ടേലിനെ പറ്റി നമ്മൾ കേട്ടില്ല. കാഷ് പട്ടേൽ ട്രംപിനെ കുറേ വെറുതെ പൊക്കി, ട്രംപ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ട്രംപ് സ്വന്തം ജീവനക്കാർ 24/7 അവരെ ഉത്തേജിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് തിരിച്ച് അവരും ട്രംപിന് ജീവന് വേണ്ടിയിട്ട് എന്തും അവർ പണയം വെക്കും, അങ്ങനെ വെറുതെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഡിസ്കഷൻസും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് എല്ലാ രീതിയിലും ട്രംപ് ഒരു സഹതാപ തരംഗം അവിടെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ട്രംപിന് അമേരിക്കൻ ജനതൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു മോശം അഭിപ്രായം എത്രത്തോളം വലുതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി വരുന്ന ഈ ഇൻടേം എലക്ഷൻസ് വരുമ്പം അത് ട്രംപിൻ്റെ പാർട്ടിക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഇനി കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഇങ്ങനെ കുറേ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. ഇനി ഇത് എത്രത്തോളം ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. നമുക്കറിയാം ഇങ്ങനത്തെ സത്യാവസ്ഥകളൊന്നും പുറത്ത് വരാറില്ല, അതൊക്കെ അങ്ങ് മൂടി വെക്കപ്പെടാറേ ഉള്ളൂ. ഇതിനിടയിൽ കൂടെ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ അബ്ബാസ് അരാച്ചി ഇന്നലെ ഒമാനിൽ നിന്ന് വീണ്ടും ഇസ്ലാമാബാദിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. മറ്റൊരു ഡിസ്കഷനാണോ അല്ലെങ്കിൽ മറ്റ് ഒരു എന്താ പറയുക ഒരു ചർച്ചക്കാണോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രീതിയിലുള്ള ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറയ്ക്കാനുള്ള പരിപാടി, അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നില്ല. മുമ്പ് അവർ പറഞ്ഞിരുന്നില്ല അവർ പെർസെൻറ്റേജ് വളരെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ വിട്ടു. ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു അത് അതുപോലെ മുന്നോട്ട് പോകും. അതിന് വേണമെങ്കിൽ നിന്നാൽ മതി അമേരിക്ക, അല്ലെങ്കിൽ അതിനുള്ള ഓക്കെ ആണെങ്കിൽ ഇസ്രായേൽ അമേരിക്ക നിന്നാൽ മതി, അല്ലെങ്കിൽ യുദ്ധം ചെയ്തോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ ആയിട്ട് അബ്ബാസ് അരാച്ചി മോസ്കോയിൽ പുടിനുമായിട്ട് നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത് വലിയൊരു ഒരു എന്താ പറയുക ഡിസ്കഷൻസ് അതിൽ നടക്കും. അത് പല ആളുകളും പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഉത്കണ്ഠയോടെ ആ ഒരു ഡിസ്കഷൻസിൽ വരുന്ന പോയിന്റുകൾ കാത്തിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ശരി.